ഹലോ, അസ്സലാമു അലൈക്കും. നമുക്കറിയാം നമ്മുടെയൊക്കെ ജീവിതത്തില് നമ്മൾ ജനിക്കുന്നതിന് മുമ്പേ നമ്മളെ സ്നേഹിച്ചു തുടങ്ങിയ വളരെ പ്രധാനപ്പെട്ട 2 വ്യക്തിത്വങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ. അതൊന്ന് നമ്മുടെ ഉമ്മയും, 2 നമ്മുടെ ഉപ്പയുമാണ്. ഉമ്മയും ഉപ്പയിലും തന്നെ അന്ന് നമ്മളെ ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ നമ്മൾ ഈ ഭൂമി കാണുന്നതിന് മുമ്പ് തന്നെ നമ്മളെ ഏറ്റവും കൂടുതൽ തൊട്ട് തലോടി പരിപാലിച്ച്, ല്ലേ? നമ്മള് ഗർഭപാത്രത്തിൽ ഇരിക്കുന്ന സമയം തന്നെ നമുക്ക് ഒരുപാട് സ്നേഹം തന്നവരാണ് നമ്മുടെ ഉമ്മ എന്ന് പറയുന്നത്. ഈ ലോകത്ത് ഒരുപക്ഷെ നമുക്ക് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങളിലും ഏറ്റവും പ്രധാനപ്പെട്ടത്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയത് ഒരുപക്ഷെ നമ്മുടെ ഈ വളർച്ചയും സന്തോഷവും ജീവിതവും എല്ലാം അമ്മയുടെ പ്രാർത്ഥനയും ആ പ്രാർത്ഥനയുടെ ഫലവുമായിരിക്കാം. അത്രത്തോളം നമ്മളുമായിട്ട് ഭയങ്കര റിലേറ്റഡ് ആയി നിൽക്കുന്ന, ഭയങ്കര കണക്റ്റഡ് ആയി നിൽക്കുന്ന ഒരാളാണ് ഉമ്മ എന്ന് പറയുന്നത്. ഉമ്മയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞാൽ തീരാത്ത അത്രയും വലുതാണ്. ഉമ്മ എല്ലാം നമുക്ക് നൽകിയവളാണ്. ഒരുപക്ഷെ അവരുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും മോഹങ്ങളും എല്ലാം മാറ്റിവെച്ച് നമുക്ക് വേണ്ടി മാത്രം ജീവിക്കാൻ തുനിഞ്ഞിറങ്ങിയവരാണ്. നമ്മൾ എന്ന് പറയുന്ന ഒരു വലിയ സ്വപ്നത്തിന് വേണ്ടി ഒരു ജീവിതം മുഴുവൻ മാറ്റിവെച്ചവരാണ്. നമുക്ക് ഉമ്മയുടെ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ഉമ്മ എന്നത് അത്രയും സ്നേഹത്തിന്റെ മഹാസാഗരമാണ്. ആ സാഗരത്തില് അനുഭവിക്കാൻ കഴിഞ്ഞവരത്ര ഏറ്റവും ഭാഗ്യവാന്മാരെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഏതായാലും ഈ റമദാനും നമ്മൾ ഉമ്മയെ ഓർക്കേണ്ടതാണ്. ഉമ്മ എന്നത് നമ്മളെല്ലാം ഓർക്കുന്നതിന്റെ മുമ്പേ ഓർക്കേണ്ടതാണ്. ഉമ്മയിലേക്ക് നമ്മള് നോക്കാൻ തുടങ്ങിയത് പോലും ചിലപ്പോ നമ്മളൊരു ഉമ്മയോ ഉപ്പയോ ആയപ്പം ആയിരിക്കാം. അപ്പോഴാണ് നമുക്ക് പലപ്പോഴും ഉമ്മ എന്താണ്, ഉപ്പ എന്താണെന്നൊക്കെ മനസ്സിലായി തുടങ്ങുക. കാരണം കുട്ടിയായിരിക്കുമ്പം ഉമ്മ ഒരുപാട് ഉയരത്തിലാണ്, ഉമ്മയെ നേർക്കുനേർ നമുക്ക് കാണാൻ കഴിയുന്നില്ല. പിന്നീട് ഉമ്മ വലുതാകുന്നില്ല. നമ്മൾ വളർന്ന് ഉമ്മയോളം വളരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഉമ്മയും നമ്മളും എങ്ങനെയാണ്, അല്ലെങ്കിൽ ഉമ്മ എന്തായിരുന്നു എന്ന് പോലും. ഏതായാലും നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ, നമ്മളുടെ ജീവിതത്തിലെ പല യാത്രകൾ, ഇപ്പൊ നമുക്ക് കുറെയൊക്കെ മനസ്സിലാവുന്നുണ്ടാവും. ഉമ്മയുടെ പ്രാധാന്യം, ഉമ്മയുടെ പ്രവർത്തനം എത്ര നിഷ്കളങ്കമായിരുന്നു, എത്രത്തോളം നമ്മളെ ഉമ്മ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. ഉമ്മയുടെ സ്നേഹമാണ് നമ്മൾ ഈ അനുഭവിക്കുന്നതെല്ലാം എന്ന്. ശരിക്കും ശരിയല്ലേ? നമുക്ക് അലിഫ് പഠിപ്പിച്ചു തന്നത് മദ്രസയിലെ ഉസ്താദാണെങ്കിൽ, നമുക്ക് എന്നത് പഠിപ്പിച്ചു തന്നത് സ്കൂളിലെ ടീച്ചറാണെങ്കിൽ, നമുക്ക് ജീവിതം പഠിപ്പിച്ചു തന്നത് പലപ്പോഴും ഉമ്മയാണ്. നമ്മള് എന്താണ് എന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നത് ഉമ്മയാണ്. നമ്മുടെ ഉപ്പ ആരാണെന്ന് കാണിച്ചു തന്നത് ഉമ്മയാണ്. ഈ ലോകത്തെ നമ്മൾ കണ്ട പല കാഴ്ചകളും സംശയങ്ങളും എല്ലാം തീർത്തത് നമ്മുടെ ഉമ്മയാണ്. ആ ഉമ്മയുടെ കൈയും പിടിച്ച് നടന്ന ഒരു കുഞ്ഞു മോളും കുഞ്ഞു മോനും ഒക്കെ ആയിരുന്നു ഒരു കാലത്ത് നമ്മൾ. പിന്നീട് വളർന്നു വലുതായി ഇന്ന് വലിയ മീശയും താടിയൊക്കെ ഉള്ള ആളുകളായി മാറിയിട്ടുണ്ടെങ്കിലും നമ്മള് നമ്മുടെ ഉള്ളിൽ ഒരിക്കലെങ്കിലും തിരിച്ചു പോകണമെന്ന് ഏറ്റവും ആശിക്കുന്നത് അത് ഉമ്മ നമ്മളെ പോറ്റിയ ആ കാലത്തിലേക്കല്ലേ? അതിലെന്തെങ്കിലും സംശയമുണ്ടോ? ഉമ്മയോടൊപ്പം നമ്മള് പൊട്ടിച്ചിരിച്ച് കളിച്ച് ഓടി നടന്ന ആ കാലത്തിലേക്ക് തിരിച്ചു പോകണമെന്നല്ലേ നമ്മൾ ഇപ്പോഴും ആഗ്രഹിക്കുന്നത്? ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യൻ സ്വാതന്ത്ര്യം അനുഭവിച്ച കാലം കുട്ടിക്കാലമാണെങ്കിൽ, ആ കുട്ടിക്കാലത്തെ അത്രയും സ്വാതന്ത്ര്യമുള്ളതാക്കിയത് അത് ഉമ്മയാണ്. ഉമ്മ അന്ന് നൽകിയ സ്വാതന്ത്ര്യമാണ് നമ്മൾ അനുഭവിച്ച ആ സ്വാതന്ത്ര്യത്തിന്റെ മധുരം. അപ്പൊ ആ ഉമ്മയിലേക്കുള്ള മനോഹരമായ യാത്രയാണിന്ന്. ഇന്ന് നമ്മളുടെ ടാസ്കും അത് തന്നെ. നമ്മൾ എന്ത് ചെയ്യാം? ഉമ്മ എന്ന് പറയുന്ന ആ മഹാസ്വപ്നത്തിന് വേണ്ടി ഇത് നമ്മൾ ഉമ്മയുമായിട്ടുള്ള ഒരു കണക്ഷൻ ബിൽഡ് ചെയ്യലാണ് ഇന്ന് എസ് എം ടോക്കിന്റെ 9ാമത്തെ ടാസ്ക്. നിങ്ങൾ ഉമ്മയെ വിളിക്കുക, എന്നിട്ട് ഉമ്മ ചെയ്തു തന്ന ഓരോ സർവീസ്, ഒരുപാട് സംവിധാനം, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഉമ്മ ചെയ്തു തന്നിട്ടില്ലേ അല്ലേ? നമ്മുടെ ജീവിതത്തിൽ ജനിച്ച അന്ന് മുതൽ നമുക്ക് പിന്നെ ഗർഭപാത്രത്തിൽ ഇരിക്കുന്ന കാലം മുതൽ ഉമ്മ ചെയ്തു തന്ന സർവീസുകൾ എണ്ണി നോക്കിയാൽ തിട്ടപ്പെടുത്താൻ കഴിയില്ല. അത്രയും ഉണ്ട് അല്ലെ? ഗർഭപാത്രത്തിൽ നമ്മൾ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഭക്ഷണം കിട്ടിയത് ഉമ്മയിലൂടെയാണ്, വെള്ളം കിട്ടിയത് ഉമ്മയിലൂടെയാണ്, നമ്മൾ ശ്വസിച്ച ശ്വാസം കിട്ടിയത് ഉമ്മയിലൂടെയാണ്. ഉമ്മയുടെ ഉമ്മയെ സ്കാൻ ചെയ്തപ്പോഴാണ് നമ്മൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അറിയുക പോലും ചെയ്തത്. എല്ലാം ഉമ്മയിലൂടെയാണ് നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി പ്രസവിച്ച് കഴിഞ്ഞപ്പോഴും 2 വർഷത്തോളം ഉമ്മയുടെ പാലും കുടിച്ചാണ് നമ്മൾ വളർന്നത്. ഉമ്മയുടെ കയ്യും പിടിച്ചാണ് നടന്നത്. ഉമ്മയുടെ മടിയിൽ കിടന്നാണ് ഉറങ്ങിയത്. ഉമ്മയാണ് നമ്മളെ ഉറക്കിയത്. ഉമ്മയുടെ നെഞ്ചിൽ നമ്മൾ എത്രയോ കിടന്നുറങ്ങിയിട്ടുണ്ട്. ഉമ്മയുടെ വിയർപ്പിന്റെ ഗന്ധം അന്ന് നമുക്ക് കസ്തൂരിയെക്കാളും സുഗന്ധമുള്ളതായിരുന്നു. ഉമ്മ എന്ന് പറയുന്നത് അത്രയും നമ്മളുമായിട്ട് ഭയങ്കരമായി കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരാളായിരുന്നു. ഉമ്മയുടെ പാലിലൂടെ നമ്മൾ വലിച്ചെടുത്തത് വെറും പാലെന്ന ഒരു സംഭവം മാത്രമായിരുന്നില്ല. നമുക്ക് ജീവിക്കാനുള്ള എല്ലാ സ്നേഹവും ഊർജവും കൂടിയായിരുന്നു. അപ്പൊ ആ ഉമ്മയെ നമ്മളൊന്നിന്ന് വിളിച്ച്, ഇനി പോവാൻ കഴിയുന്നവര് പോവുക, ഉമ്മയുടെ അടുത്ത് പോവുക. എന്നിട്ട് ഉമ്മയെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുത്ത് ഉമ്മയോട് കുറച്ച് നല്ല വാക്കൊക്കെ പറഞ്ഞ് ഉമ്മാക്കൊരു സന്തോഷമൊക്കെ കൊടുത്ത് ഒരു നന്ദിയൊക്കെ പറയും ഉമ്മ ചെയ്തു തന്ന ഓരോന്നിനെയും ഓർത്തിട്ട്. റെഡിയല്ലേ? ഇനി പോവാൻ അത്രയും പ്രയാസമുള്ളവരൊന്ന് ഫോൺ ചെയ്യുക. ഓക്കെ അല്ലേ? ഇനി അതിനും കഴിയാത്തവർ ഉണ്ടാവൂലേ?
അങ്ങനെ ഉണ്ടോ? ഇല്ല, അങ്ങനെ ഇല്ല. അങ്ങനെ കഴിയാത്തവരുണ്ടാവരുത്. കഴിയുന്നവരെല്ലാം ഉമ്മയുടെ അടുക്ക പോവുക. എന്നിട്ട് ഉമ്മ ചെയ്തതിനൊക്കെ നന്ദി പറയുക. ഉമ്മക്ക് കെട്ടിപ്പിടിച്ചൊരു മുത്തമൊക്കെ കൊടുക്കുക. അതിന് കഴിയാത്തവരൊന്ന് ഫോണിലൂടെ ഉമ്മയെ കോൺടാക്ട് ചെയ്യുക. എന്നിട്ട് ഉമ്മ ചെയ്തു തന്നതിനൊക്കെ ഒരു നന്ദി പറഞ്ഞ് ഉമ്മാക്കൊരു ഉമ്മ കൊടുക്കുക. ഇനി ഉമ്മ മരണപ്പെട്ടു പോയവരുണ്ടാവും. അവരിന്ന് ആ ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യാ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാ ഉമ്മമാർക്കും റഹ്മാനായ റബ്ബ് റഹ്മാനായ റബ്ബ് നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാ ഉമ്മമാർക്കും അവരുടെ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. എല്ലാവരും എല്ലാ മരണപ്പെട്ടു പോയ ഉമ്മമാർക്കും വേണ്ടി ദുആ ചെയ്യണം. പ്രത്യേകിച്ച് നമ്മുടെ എസ്.എം ടീമിലുള്ള, എസ്.എം ടോക്ക് ഒരു ടീമാണ്. എസ്.എം ടീമിലുള്ള എല്ലാവരുടെ ഉമ്മമാർക്കും വേണ്ടി ഇന്ന് എല്ലാവരും ഒരു ഒരു യാസീനെങ്കിലും നിങ്ങൾ ഓതണം. റെഡിയല്ലേ? 2 ടാസ്കുകളാണ്. 1 നമ്മുടെ ഉമ്മാക്ക് വേണ്ടി, 2 മരണപ്പെട്ടു പോയ ഉമ്മമാർക്ക് വേണ്ടി. റെഡിയല്ലേ? ഈ റമദാൻ ഒരുപാട് ഉമ്മമാർ അവരുടെ ഖബറിൽ കിടന്ന് സന്തോഷിക്കട്ടെ. അവർ പുഞ്ചിരിക്കുന്ന മുഖം നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നില്ലേ? ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.